നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള വാക്യങ്ങൾ കണ്ടു. അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് അതിലേക്ക് പ്രവേശിക്കുക ഒരു കുഞ്ഞു ശ്ലോകത്തിലൂടെ. ശ്ലോകമല്ല, ഇത് നല്ല രസകരമായ കുട്ടി പാട്ടാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ആക്ഷൻ സോങ് ആയിട്ട് കളിപ്പിക്കുന്ന ഒരു പാട്ടാണ്. നമ്മൾ ആക്ഷൻ കളിക്കണ്ട, പക്ഷെ നോക്കിയാൽ മതി. അതിൻ്റെ അർത്ഥം നല്ല രസമാണ്. ആദ്യം ചൊല്ലാം, അത് കഴിഞ്ഞിട്ട് അർത്ഥം നോക്കാം. ബാലശുനക. ഈ ഇങ്ങനെ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുമ്പോൾ സംബോധനയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ വിളിക്കുകയാണ് ഒരാളെ, അപ്പോൾ സംബോധന ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഇടും, ബാലശുനക, ബാലശുനക. ഇവിടെയും ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്. ബാലശുനക, ബാലശുനക കിം കരോതി രേ. ബാലശുനക, ഇവിടെ വീണ്ടും എക്സ്ക്ലമേഷൻ മാർക്ക്. കിം കരോതി ചോര ആഗത്തെ. ഭൗ ഭൗ ഭഷാമി ചോര ആഗത്തെ. തസ്യ പാദം ഗൃഹ്ണാമി ചോര ആഗത്തെ. ബാലശുനക, ബാലശുനക കിം കരോതി രേ. സിംഹ ശിശോരാഗമനെ കിം കരോതി രേ. ധാവാമി ധാവാമി ശീഘ്രം പ്രഭോ. ധാവിത്വാ ആത്മാനം രക്ഷാമി ഭോ. ഭോ ഇതിൻ്റെ അർത്ഥം നോക്കാം. ബാല കുട്ടി. ശുനകഹ, ശുനകഹ നായ. നായിക നമ്മൾ ശുനകഹ എന്ന് പറയും. ബാലശുനക എന്ന് പറയുമ്പോൾ കുട്ടി നായ, കുഞ്ഞ്, പപ്പി എന്ന് നമ്മൾ പറയും. അപ്പോൾ അല്ലയോ പപ്പി, ഒരു പപ്പിയുണ്ട്, പപ്പിയെടുത്ത് നമ്മൾ സംസാരിക്കുകയാണ്. പപ്പി നമ്മളെ പോലെ സംസ്കൃതം പഠിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സംസ്കൃതത്തിൽ ചോദിക്കുകയാണ്, അല്ലയോ കുട്ടി നായെ, കുട്ടി നായെ. വീണ്ടും വിളിക്കുകയാണ്, ബാലശുനക, ബാലശുനക കിം കരോതി രേ. രേ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യാണ്. ഡി ഡാ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതെ. അതുപോലെ സംസ്കൃതത്തിൽ സംബോധന ചെയ്യാം. രേ എന്ന് പറയുമ്പോൾ നമ്മളെ സമമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും കുഞ്ഞു ആൾക്കാരെ നമ്മൾ രേ എന്ന് പറഞ്ഞ് സംബോധന ചെയ്യും. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ ചോദിക്കുകയാണ്, രേ കിം കരോതി. കരോതി ചെയ്യുന്നു. നമ്മൾ സെൻറ്റൻസസ്, സിമ്പിൾ സെൻറ്റൻസസ്, വാക്യങ്ങൾ കണ്ടുവല്ലോ, ലളിതമായ. അതിലെല്ലാം വർത്തമാന കാലത്തിലാണല്ലോ കണ്ടത്. ഇപ്പോൾ വദതി, രക്ഷതി, പഠതി എന്നൊക്കെ. അതുപോലെ കരോതി, അതും വർത്തമാന കാലാണ്, ചെയ്യുന്നു. കിം കരോതി, എന്ത് ചെയ്യുന്നു നീ? അവിടെ കിടക്കുന്നത് കാണുന്നു, അവിടെ ഇവിടെ ഓടിച്ചാടുന്നു കുട്ടി. അപ്പോൾ കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് നീ ചെയ്യുന്നത് കുഞ്ഞേ? വീണ്ടും ചോദിക്കുകയാണ്, ചുമ്മാ എന്താണ് ചെയ്യുന്നത്? പിന്നീട് അത്രമാത്രം ചോദിച്ചാൽ മതി, പക്ഷേ അത് കഴിഞ്ഞിട്ട് വിഭാവന, ഭാവന ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, ബാലശുനക കുട്ടി, പപ്പി. കിം കരോതി, കരോതി ചെയ്യുന്നു. കിം എന്ത്, എപ്പോഴാണ്? ചോര ആഗത്തെ. ചോര ശബ്ദം മലയാളത്തിലുണ്ടല്ലോ. ഇപ്പൊ ചോരഹ എന്ന് പറയുമ്പോൾ കള്ളൻ. ആഗത്തെ ചോരൻ വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ കുട്ടിയുടെ ഉത്തരമാണ്, സംസ്കൃതത്തിൽ കുട്ടി പറയാണ്. കുട്ടി എന്താ പറയാ? ഭൗ 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 അല്ലേ? ഭൗ ഭൗ. കുട്ടി ഭൗ ഭൗ, ഭൗ ഭൗ എന്ന് ഞാൻ കുരയ്ക്കുന്നു. ഭഷാമി, നീ കുരയ്ക്കുന്നു. നമുക്കും പറയാം, പപ്പിക്ക് മാത്രമല്ല, നമ്മളും ദേഷ്യപ്പെട്ട് കുരയ്ക്കുമ്പോൾ ഞാൻ ഭഷിക്കുന്നു. ഭഷാമി, ഭഷാമി. ഇപ്പൊ ഭൗ ഭൗ ഭഷാമി എന്ത്? എപ്പോൾ? ചോര ആഗത്തെ, കള്ളൻ വരുമ്പോൾ ഞാൻ ഭൗ 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 എന്ന് കുരയ്ക്കും. അത് മാത്രമാണോ ചെയ്യുന്നത്? അല്ല അല്ല. തസ്യ അവൻ്റെ, ആ ചോരൻ്റെ, തസ്യ പാദം, പാദത്തിനെ, കാലിനെ, ഗൃഹ്ണാമി ഞാൻ പിടിക്കുന്നു, ഗ്രഹിക്കുന്നു. ഞാൻ അവൻ്റെ കാല് ഞാൻ പിടിക്കുന്നു. എപ്പോൾ? ചോര ആഗത്തെ, കള്ളൻ വരുമ്പോൾ ഞാൻ ഭൗ ഭൗ കുരച്ചുകൊണ്ട് അവൻ്റെ ഞാൻ കാല് പിടിക്കും. പിടിക്കുന്നു, പിടിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എല്ലാം വർത്തമാന കാലമാണ്. ശരി, അപ്പം അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എന്താണ്? അത് പിന്നെ പാവം കള്ളനാണല്ലോ. ഇത് മൃഗത്തിൻ്റെ വംശത്തിൽ തന്നെ വേറൊരു വന്നാൽ എന്താകുമെന്നാണ് അടുത്ത ചോദ്യം. ബാലശുനക, ബാലശുനക അല്ലയോ പപ്പി, അല്ലയോ പപ്പി. കിം കരോതി രേ,
എന്താണ് നീ ചെയ്യുന്നത്? കിം എന്ത്, കരോതി ചെയ്യുന്നു, രേ പിന്നീടോ സിംഹ ശിശോര് ആഗമനെ, സിംഹ ശിശോഹോ ആഗമനെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഒരു പാർവതിയും ശിവനും തമ്മിലുള്ള സംവാദം. അപ്പം അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ആരാണ് നീ? കസ്ത്വം എന്നായിരുന്നുവല്ലോ. അപ്പം അവിടെ ഞാൻ പറഞ്ഞു വിസർഗം അവിടെ സ് ആയി മാറുന്നു. ഇവിടെ സിംഹ ശിശോഹോ ആഗമനെ, ആഗമനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗമനത്തിൽ വരുമ്പോൾ, ആരുടെ? സിംഹ ശിശോഹോ, സിംഹ ശിശുവിൻ്റെ. അപ്പം അവിടെ വിസർഗം ര് ആയി മാറുന്നു. അതുകൊണ്ടാണ് സിംഹ ശിശോരാഗമനെ. നമ്മൾ സന്ധി വരുമ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കും. ശരി, അപ്പം എന്താ ചോദ്യം? സിംഹ ശിശു, സിംഹത്തിൻ്റെ കുട്ടി വരുമ്പോൾ കിം കരോതിരേ, നീ എന്ത് ചെയ്യുന്നു? അപ്പൊ എന്താ ചെയ്യുന്നത്? ഭാഷാമി അല്ല പറഞ്ഞത്. എന്താണ്? ഞാൻ ഓടും. ധാവാമി, ധാവാമി, ഞാൻ ഓടും, ഞാൻ ഓടും. എങ്ങനെ ഓടും? ശീഘ്രം, വേഗത്തിൽ, ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഓടും. ശീഘ്രം, ധാവാമി, ധാവാമി ശീഘ്രം. അപ്പം നമ്മളാണല്ലോ ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ഉത്തരം പറയുമ്പോൾ ആദരപൂർവ്വമാണ് ഉത്തരം പറയുന്നത്. എങ്ങനെയാണ്? പ്രഭോ, പ്രഭോ. നമ്മൾ കുട്ടിയെ അഭിസംബോധന ചെയ്തത് രേ എന്നാണ്. കുട്ടി തിരിച്ച് നമ്മളോടോ പ്രഭോ. അപ്പം നമ്മൾ ചോദിക്കുന്നത് എന്തിനാ ഓടുന്നേ? ഈ ഓടിയില്ലെങ്കിൽ ഞാൻ എന്നെ രക്ഷിക്കാൻ പറ്റുമോ? ഇപ്പോൾ ധാവിത്വ, ഓടിയിട്ട്, ഓടിയിട്ട്. ഇപ്പം ധാവാമി, ധാവിത്വ രണ്ടും ക്രിയകൾ തന്നെയാണ്. പക്ഷേ ധാവാമി എന്ന് പറയുമ്പോൾ പൂർണ്ണ ക്രിയയാണ്, ധാവിത്വ എന്ന് പറയുമ്പോൾ അപൂർണ ക്രിയയാണ്. ഇപ്പം ഞാൻ പറയാണ് ഞാൻ ഓടുന്നു. അപ്പം അത് പൂർണ്ണമാണല്ലോ, ഫുൾ സ്റ്റോപ്പ് ഇടാം നമുക്ക്. ഞാൻ ഓടിയിട്ട്, ഞാൻ അവിടെ നിർത്തുന്നു, അത് അപൂർണമാണല്ലോ. ഓടിയിട്ട് പിന്നെന്ത് ചെയ്യുന്നു? അതാണ് ഇതിൻ്റെ അർത്ഥം. ഓടിയിട്ട്. അപ്പം ഇവിടെ ഞാൻ ഓടുന്നു, ശീഘ്രം ഞാൻ ഓടുന്നു പ്രഭോ. ഓടിയിട്ട് എന്താ ചെയ്യാൻ സാധിക്കാനുള്ളത് നിനക്ക്? ധാവിത്വ, ഓടിയിട്ട്. ആത്മാനം, സ്വയം. രക്ഷാമി, ഞാൻ രക്ഷിക്കുന്നു. ഭോ, പ്രഭോ എന്ന് പറയുന്നത് പോലെ അഭിസംബോധന ചെയ്യാണ്. ഭോ, ഞാൻ എന്നെ തന്നെ ഞാൻ രക്ഷിക്കുന്നു. ധാവാമി, ധാവാമി ശീഘ്രം പ്രഭോ. ധാവിത്വ ആത്മാനം രക്ഷാമി ഭോ. ഇനി ഇവിടെ നമ്മൾ നോക്കാനുള്ളത് ഭഷാമി, കുരയ്ക്കുന്നു ഞാൻ, ഞാൻ കുരയ്ക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു ഞാൻ എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ എന്ത് പദമാണ്? അഹം. അഹം. അപ്പൊ അഹം ഭഷാമി, ഞാൻ കുരയ്ക്കുന്നു. ഗൃഹ്ണാമി, അഹം ഗൃഹ്ണാമി, ഗ്രഹിക്കുന്നു, പിടിക്കുന്നു. ഗൃഹ്ണാമി. ഇവിടെ ധാവാമി, ഞാൻ ഓടുന്നു. അഹം ധാവാമി. അതേപോലെ ഇവിടെ രക്ഷാമി, അഹം രക്ഷാമി, ഞാൻ രക്ഷിക്കുന്നു. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ വെർബ്സ് കണ്ടായിരുന്നല്ലോ, ക്രിയാപദങ്ങൾ. പഠതി, ലിഖതി. അതും അഹം വരുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഈശ്വരഃ രക്ഷിക്കുന്നു, ഈശ്വരൻ അല്ലേ. ഈശ്വരഃ രക്ഷതി. ഇപ്പം ഇതിൻ്റെ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കാം. ഈശ്വരഃ രക്ഷതി. അവിടെ ഞാൻ രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് വരും? അവിടെ എഴുതിയിരിക്കുന്നത് പോലെ അഹം രക്ഷാമി എന്ന് വരുന്നു. ഈശ്വരഃ രക്ഷതി, അഹം രക്ഷാമി. രണ്ടിനും വ്യത്യാസം എന്താണ്? അവസാനിക്കുന്ന അക്ഷരങ്ങൾ നോക്കിയാൽ മതി. ഈശ്വരഃ എന്ന് പറയുമ്പോൾ രക്ഷ കഴിഞ്ഞിട്ട് തി ആണ് വരുന്നത്. രക്ഷ തി. അഹം എന്ന് വരുമ്പോൾ രക്ഷ കഴിഞ്ഞിട്ട് ഒരു ദീർഘം കൂടിയുണ്ട്, രക്ഷാമി. രക്ഷതി, രക്ഷ ആമി, ഒരു ദീർഘം കൂടിയുണ്ട്. അപ്പോൾ എല്ലാ ക്രിയകളുടെ കൂടെയും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യണം. എങ്ങനെയാണ്? മാതാ പചതി, അഹം
പചാമി. മാത അമ്മ പചിക്കുന്നു, പാകം ചെയ്യുന്നു. ഞാൻ പചാമി എന്ന് വരും. പൂജകഃ നമതി. പൂജകൻ നമിക്കുന്നു. അഹം നമാമി. നമാമി. ഇതേപോലെ തന്നെ ആ തീ എടുത്ത് മാറ്റിയിട്ട് ആമി നമ്മൾ ചേർക്കണം. നമാമി. ഛാത്രഃ പഠതി. ഛാത്രൻ കുട്ടി പഠിക്കുന്നു. അഹം പഠാമി. ഛാത്രഃ ലിഖതി. കുട്ടി എഴുതുന്നു. അഹം ലിഖാമി. അധ്യാപകഃ ആഗച്ഛതി. അധ്യാപകൻ വരുന്നു. അഹം ആഗച്ഛാമി. ഛാത്രഃ ഉത്തിഷ്ഠതി. കുട്ടി എഴുന്നേൽക്കുന്നു. അഹം ഉത്തിഷ്ഠാമി. ഛാത്ര കുട്ടി ഇരിക്കുന്നു. ഛാത്രഃ ഉപവിശതി. അഹം ഉപവിശാമി. പിന്നീടോ അധ്യാപകഃ പോകുന്നു. അധ്യാപകൻ പോകുന്നു. അധ്യാപകഃ ഗച്ഛതി. വരുന്നു ആഗച്ഛതി. പോകുന്നു ഗച്ഛതി. അഹം ഗച്ഛാമി. കുട്ടി പുറത്തു പോയിട്ട് കളിക്കുന്നു. അപ്പോൾ ഛാത്രഃ ക്രീഡതി. അഹം ക്രീഡാമി. ഛാത്രഃ ഖേലതി. അഹം ഖേലാമി. പിന്നീട് നമ്മൾ എന്താ കണ്ടത്? കുട്ടി കളിക്കുന്നു. നർത്തകഃ നൃത്യതി. ഞാൻ നർത്തനം ചെയ്യുന്നു. അഹം നൃത്യാമി. അല്ലെങ്കിൽ വേറൊരു രീതിയിലും പറയാം, നർത്തനം കരോമി എന്നും പറയാം. അത് നമ്മൾ ഇത് രണ്ടിനും വ്യത്യാസം പിന്നീട് നമ്മൾ നോക്കും. പുഷ്പം വികസതി. അഹം വികസാമി. ഞാൻ വികസിക്കുന്നു. സന്തോഷം വരുമ്പോൾ വികസിക്കുമല്ലോ. സന്തോഷം വരുമ്പോൾ എല്ലാവരും വീർത്തു വരും. ഇങ്ങനെ വരും അല്ലേ. വിഷമം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മെലിഞ്ഞ് മെലിഞ്ഞ് ഉണങ്ങിയ ശരീരമാവും അല്ലേ. അതുകൊണ്ട് ഈ വണ്ണമുള്ളവർക്കൊരു സമാധാനമാണ്. എന്താണ്? എന്തുകൊണ്ടാണ് വണ്ണമായിട്ടിരിക്കുന്നത്? ആ മനസ്സിൽ സന്തോഷം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ്. നീ മെലിഞ്ഞുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട്? അങ്ങനെയും പറയുമല്ലോ അല്ലേ. അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. ഭക്തഃ ഭജതി. ഭക്തൻ ഭജിക്കുന്നു ഭഗവാനെ. അഹം ഭജാമി. ശിശുഹു സ്വപിതി. തീ മാറ്റിയിട്ട് സ്വപിമി എന്നിടണം നമ്മൾ. അത് ഒരു പ്രത്യേകതരം എക്സെപ്ഷണൽ ക്രിയകളാണ്. അത് നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. പിന്നെ വേറെ കവിഹി രചയതി. കവി രചന ചെയ്യുന്നു. അഹം രചയാമി. പിന്നീടോ മാതാ ദണ്ഡയതി. ഞാൻ ദണ്ഡിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. പക്ഷെ എന്നാലും നമുക്ക് പറയാം അഹം ദണ്ഡയാമി. അങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ തീ മാറ്റിയിട്ട് ആമി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. അപ്പം അതൊരു കുഞ്ഞുകാരാണ് ക്രിയയെ സംബന്ധിച്ച്. ഇനി നമ്മൾ ആ ശബ്ദപ്രപഞ്ചത്തിൽ 3 കാര്യങ്ങൾ നോക്കിയായിരുന്നു. നാമ, ക്രിയ, അവ്യയം. നാമത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി വരുന്നുണ്ട്. ക്രിയയും കുറച്ച് നോക്കി. ഇനി അവ്യയത്തിലേക്ക് നമുക്ക് കടക്കാം. അവ്യയം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു വ്യയമില്ലാത്തത്. അതായത് ഏതൊരു സന്ദർഭത്തിലും ഇതിന് മാറ്റം വരില്ല. ഈ പദത്തിന് എവിടെ ഇരുന്നാലും ഈ പദത്തിന് മാറ്റം വരില്ല. നമ്മൾ ഉദാഹരണങ്ങൾ കണ്ടു. അത്ര, തത്ര, സർവത്ര, ച, കുത്ര. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അത്ര എന്ന് പറയുമ്പോൾ ഇവിടെ, തത്ര എന്ന് പറയുമ്പോൾ അവിടെ, സർവത്ര എന്ന് പറയുമ്പോൾ എല്ലായിടത്തും, കുത്ര എന്ന് പറയുമ്പോൾ എവിടെ. അപ്പം ആ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ഇത് നോക്കാം നമുക്ക്. അപ്പം അത്ര, തത്ര, കുത്ര, സർവത്ര, യത്ര, എവിടെ. യത്ര, എവിടെ. യത്ര, തത്ര വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. യത്ര രാമഃ തത്ര സീത. അല്ലെങ്കിൽ യത്ര രാമഃ തത്ര സീത പറഞ്ഞുവല്ലോ. വേറൊരു ഉദാഹരണം,
രാമന്റെ കൂടെ ആര് നടക്കും? ലക്ഷ്മണ. യത്ര രാമഃ തത്ര വേറെ ഹനുമാൻ. അങ്ങനെ പറഞ്ഞു പോവാ അല്ലെ. യത്ര ശിശുഹു തത്ര മാതാ. എവിടെയാണോ യത്ര എന്ന് വെച്ചാൽ എവിടെയാണോ ശിശുഹു കുട്ടി, തത്ര അവിടെ മാതാ. എവിടെയാണോ രാമൻ അവിടെ സീത, എവിടെയാണോ രാമൻ അവിടെ ലക്ഷ്മണൻ, എവിടെയാണോ രാമൻ അവിടെ ഹനുമാൻ. യത്ര രാധ തത്ര കൃഷ്ണ. എവിടെയാണോ രാധയുള്ളത് അവിടെ കൃഷ്ണൻ. യത്ര ഭക്തഃ തത്ര ഈശ്വരഃ. യത്ര ഭക്തഃ തത്ര ഈശ്വര. എവിടെയാണോ ഭക്തനുള്ളത് അവിടെ ഈശ്വരൻ ഉണ്ടാവും. യത്ര സൂര്യഃ തത്ര പ്രകാശഃ. യത്ര സൂര്യഃ തത്ര പ്രകാശ. എവിടെ സൂര്യനുണ്ടോ അവിടെ പ്രകാശം. യത്ര മനഃ തത്ര. എവിടെയാണോ മനസ്സുള്ളത് അവിടെ ശരീരഃ. പക്ഷെ അത് എപ്പോഴും വേണമെന്നില്ലല്ലേ, സ്വപ്നത്തിൽ ഈ ശരീരമില്ലല്ലോ. അപ്പോൾ വേറെന്താ ഓപ്ഷൻ ഉള്ളത്? മനസ്സുള്ള സ്ഥലത്തൊക്കെ ശരീരം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഴമായ സ്വപ്നത്തിൽ അല്ലെങ്കിൽ സുഷുപ്തിയിൽ ഈ ബാഹ്യമായിട്ടുള്ള ശരീരമില്ല, സൂക്ഷ്മ ശരീരമുണ്ട്, അങ്ങനെ എടുക്കാം നമുക്ക്. അല്ലെങ്കിൽ വികാരങ്ങൾ. എത്ര മനഃ തത്ര വികാരഃ. വികാരങ്ങൾ ഉണ്ടാവുമല്ലോ. എത്ര ചന്ദ്രഃ തത്ര പ്രകാശഃ. എത്ര ചന്ദ്രഃ. എവിടെയാണോ ചന്ദ്രനുള്ളത് തത്ര പ്രകാശഃ. അല്ലെങ്കിൽ ശീതളത, ഒരു തണുപ്പ് ഉണ്ടാവുമല്ലോ ചന്ദ്രനുള്ള സമയത്ത്. എത്ര കർമ്മ തത്ര. എവിടെയാണോ കർമ്മമുള്ളത് അവിടെ ഫലം. എത്ര കർമ്മ തത്ര ഫലം. എവിടെ കർമ്മം ഉണ്ടോ, കർമ്മം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം ഉണ്ടാവുമല്ലോ, തത്ര ഫലം. എത്ര മരുഭൂമിഹി തത്ര. മരുഭൂമിയിൽ കാനൽ ജലം ഉണ്ടാവുമല്ലോ, അതെന്താണ് പറയാ അതിന്? മിറാഷ്. അതിന് മലയാളത്തിൽ എന്താ പറയാ? മരുമരീചിക. അപ്പൊ എത്ര മരുഭൂമിഹി. എവിടെയാണോ മരുഭൂമി ഉള്ളത് തത്ര മരുമരീചിക. മരുമരീചിക കാനൽ ജലം. എത്ര അസൂയ തത്ര ക്രോധഃ. അല്ലെങ്കിൽ ദുഃഖം, എങ്ങനെ വേണമെങ്കിൽ പറയാം. എവിടെയാണോ അസൂയുള്ളത് അവിടെ അശാന്തി, ക്രോധം, ദുഃഖം എല്ലാം പറയാം. എത്ര അഹങ്കാരഃ തത്ര പരാജയഃ. എവിടെയാണോ അഹങ്കാരമുള്ളത് അവിടെ അവസാനം പരാജയമായിരിക്കും ഉണ്ടാവുക. എത്ര പാർത്ഥഃ തത്ര കൃഷ്ണഃ. നമ്മുടെ ഭഗവത്ഗീതയിലെ ശ്ലോകമുണ്ടല്ലോ, എത്ര യോഗേശ്വരഃ കൃഷ്ണഃ എത്ര പാർത്ഥോ ധനുർധരഃ. അവിടെ എന്തുണ്ടാവും? തത്ര ശ്രീഹി വിജയഃ ഭൂതിഹി ധ്രുവാനീതിഹി എന്ന് പറഞ്ഞ് ഭഗവാൻ പറയുന്നുണ്ട്. പിന്നീടോ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ശ്ലോകം ഉണ്ടല്ലോ രാമായണത്തിൽ നമ്മൾ ധ്യാന ശ്ലോകമായിട്ട് ചൊല്ലുമല്ലോ, എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃത മസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണ ലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം അതിനും എന്താ വ്യത്യാസം? ഇതിൽ 2 പ്രാവശ്യം എത്രയും 2 പ്രാവശ്യം തത്രയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ സൂര്യൻ അവിടെ പ്രകാശം. എത്ര സൂര്യ തത്ര പ്രകാശ. എത്ര എത്ര തത്ര തത്ര. എവിടെയൊക്കെ ഇങ്ങനെ രാമായണ കീർത്തനങ്ങളുണ്ടോ അവിടെയൊക്കെ തത്ര തത്ര, അവിടെ എല്ലാം ഹനുമാൻ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. എത്ര എത്ര ധൂമഃ തത്ര തത്ര. ന്യായശാസ്ത്രത്തിൽ പറയുന്ന ഒരു ഉദാഹരണമാണ്. എവിടെയൊക്കെ ധൂമമുണ്ടോ, പുകയുണ്ടോ അവിടെ അഗ്നിഹി വഹ്നിഹി. എവിടെയൊക്കെ പുകയുണ്ടോ അവിടെയൊക്കെ വഹ്നി അഗ്നി ഉണ്ടാവും. പക്ഷേ അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു വാട്ടർ ഹീറ്ററാണ്. അതിനെന്താ പറയുക? ഇലക്ട്രിക് ഹീറ്ററോ വാട്ടർ കെറ്റിൽ. അത് പല കെറ്റിൽ ബ്രാൻഡുകളും പല രീതിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ചിലത് വെള്ളം ഇല്ലാതെ നമ്മൾ ഓൺ ചെയ്താലും അത് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തിട്ട് അത് ഓഫായി പോകും. അപ്പോൾ എൻ്റെ ഒരു കസിൻ എന്ത് ചെയ്തു, അവളുടെ വീട്ടിൽ ഇങ്ങനെ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്താലും അത് ഓട്ടോമാറ്റിക്കലി ഓഫായി പോകും. പക്ഷേ വീട്ടിൽ വന്നപ്പം അവർ യൂസ് ചെയ്യുന്നതിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ചെയ്ത് തന്നെ ഇരിക്കും. അതിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് അത് നോക്കില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു, അവളുടെ വീട്ടിലുള്ള കെറ്റിൽ പോലെ തന്നെ ഇവിടെ വെള്ളം ഇടാൻ മറന്നുപോയി. എന്നിട്ട് ഓൺ ചെയ്ത് വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പം പുകയും മണവും ഒക്കെ വരാൻ തുടങ്ങി.
അപ്പോൾ പോയി നോക്കിയപ്പോൾ അത് ഉരുകി അതിൻ്റെ ആ ബേസ് കെറ്റിലിൻ്റെ താഴെ ഉണ്ടല്ലോ അത് ഉരുകി ആ വെള്ളമൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി അടിയിൽ. അവിടെയും ധൂമമുണ്ടല്ലോ അല്ലേ, പക്ഷെ അഗ്നി ഇല്ലല്ലോ. ഇത് എൻ്റെ ചോദ്യമാണ്. എവിടെയൊക്കെ ധൂമമുണ്ടോ അവിടെ അഗ്നിയുണ്ട്. ഇവിടെ ഏത് രീതിയിലാണ് അഗ്നി വന്നത്? വൈദ്യുതിയുടെ രീതിയിലാണ് അഗ്നി അവിടെ വന്നത്. അപ്പം ഇതാണ് അവ്യയം. ഈ അവ്യയം എന്തുകൊണ്ടാണ് ഈ യത്ര തത്ര ഇതൊക്കെ നമ്മൾ അവ്യയം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അതിനി ഭാവിയിൽ നോക്കും. വിഭക്തിയെ പറ്റി പഠിക്കുമ്പോഴൊക്കെ നമുക്ക് നോക്കും എന്തുകൊണ്ട് അതിന് മാറ്റം സംഭവിക്കുന്നില്ല. ഒരു പദം കൂടി അവ്യയത്തിൽ നോക്കിയിട്ട് ഈ ക്ലാസ് നമുക്ക് നിർത്താം. ഈശ്വരഃ കുത്ര അസ്തി? ഈശ്വരൻ കുത്ര എവിടെയാണ് അസ്തി ഉള്ളത്? ഈശ്വരഃ കുത്ര അസ്തി? അപ്പൊ വീണ്ടും ഒരു ചോദ്യം ചോദിക്കാം. എന്താണ്? ഈശ്വരഃ കുത്ര നാസ്തി? ഉത്തരമായിട്ട് കുട്ടികളൊക്കെ നല്ല രസമായിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരമായിട്ട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും. അതേപോലെ ഈശ്വരൻ എവിടെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരമായിട്ട് ഒരു ചോദ്യം തന്നെ കൊടുക്കുകയാണ്. ഈശ്വരഃ കുത്ര നാസ്തി? ഈശ്വരൻ കുത്ര എവിടെയാണ്? നാസ്തി ഇല്ലാത്തത്. ഇനി അതിനെ പോസിറ്റീവായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈശ്വരഃ സർവത്ര അസ്തി. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്. ഈശ്വരനെ പോലെ വേറെ എന്ത് നമുക്ക് സർവത്ര അസ്തി എന്ന് പറയാം? വായുഹു സർവത്ര അസ്തി. എല്ലായിടത്തും വായു ഉണ്ട്. ആകാശഃ സർവത്ര അസ്തി. എല്ലാവർക്കും നിലനിൽപ്പ് നൽകുന്നത് വായുവിൽ ആകാശത്തിലാണല്ലോ. അപ്പൊ ആകാശഃ സർവത്ര അസ്തി. പിന്നീടോ ഭൂമിഹി സർവത്ര അസ്തി. ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാം ഭൂമിഹി സർവത്ര അസ്തി. പക്ഷെ ഭൂമിക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ ഭൂമിഹി സർവത്ര നാസ്തി. ഭൂമി എല്ലായിടത്തും നാസ്തി, ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ ഈ അസ്തി നാസ്തി നല്ല രസമാണ്. അതും നമ്മുടെ വർത്തമാന ക്രിയയിൽ വരും. അസ്തി എന്ന് പറഞ്ഞ് ഉണ്ട്, നാസ്തി എന്ന് പറയുകയാണെങ്കിൽ ഇല്ല. അപ്പൊ അതിൻ്റെ കുറച്ച് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും.